ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസുകളായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസുകളാണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പാന്തോഡിയം എന്ന ഇൻഫ്ലോറസൻസ് ആണ്. ഇത് നമ്മൾ +2-ലെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്ററിലെ ഫിഗ് ട്രീ ആൻഡ് വാസ്പില് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേര് പഠിച്ചിട്ടില്ല, ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. അതിൽ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു ഈ വാസ്പ് കടന്നൽ ഫിഗ് ട്രീയുടെ ഇൻഫ്ലോറസൻസിനകത്തേക്ക് അതിനകത്ത് കടന്നു ചെല്ലുകയും അതിനുള്ളിൽ മുട്ടയിടുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് അതിൽ പോളിനേഷൻ നടക്കുന്നു എന്നൊക്കെ അല്ലേ. അപ്പൊ അതിൽ മുട്ടയിടാൻ തക്ക വണ്ണത്തിലെ ഒരു സ്പേസ് ഉള്ള സ്പെഷ്യൽ ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് ഫിഗ് ട്രീയിലുള്ളത് അല്ലെങ്കിൽ ഫൈക്കസിലുള്ളത്. ആ ഇൻഫ്ലോറസൻസുകളെയാണ് ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്നത്. ഇവിടെ പിടങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് ഒരു മാംസളമായിട്ടുള്ള ഒരു കപ്പിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അതായത് അതിന്റെ സ്റ്റാക്കുകളെല്ലാം കൂടി ചേർന്ന് ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരു മാംസളമായിട്ടുള്ള ഒരു കപ്പ് പോലെ കാണപ്പെടുന്നു. ഈ കപ്പിന്റെ ഉള്ളിലായിട്ട് ഒരു അറയുണ്ടാവും. ഈ കപ്പിലേക്ക് കടക്കാൻ ഒരു ചെറിയ സുഷിരം ഉണ്ടാവും. അതായത് ഈ ഇൻഫ്ലോറസൻസ് ഒരു തോട് പോലെയാണ് ഇരിക്കുന്നത്. അതിലേക്കൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഈ ഓപ്പണിങ്ങിനെയാണ് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. അതായത് ഈ ഇൻഫ്ലോറസൻസ് കണ്ടാൽ ഒരു കാ പോലെ ഇരിക്കും. കായുടെ ഉള്ളിലേക്ക് ഒരു അറ ഉണ്ടാകും. അറയിലേക്ക് കടക്കാൻ ചെറിയൊരു സുഷിരവും ഉണ്ടാവും. ആ സുഷിരത്തിനെയാണ് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. ഇവിടെ കാ പോലെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലോറസൻസിന്റെ സ്റ്റാക്ക് എല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു കപ്പിന്റെ ആകൃതിയിലുള്ള മാംസളമായിട്ടുള്ള ഭാഗമാണ്. ഇതിനുള്ളിൽ ഒരു അറയിലേക്ക് കടക്കാൻ ചെറിയൊരു സുഷിരം, അതിനെ ഓസ്റ്റിയോൾ എന്ന് പറയുന്നു. ഈ അറയ്ക്കുള്ളിലാണ് സൈമോസ് ഇൻഫ്ലോറസൻസുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. അതായത് സൈമോസ് ഇൻഫ്ലോറസൻസുകളാണ് അതിൽ കാണപ്പെടുന്നത്. പ്രത്യേകത, ഇതിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ഏകലിംഗ ഫ്ലവേഴ്സ് ആണ് കാണപ്പെടുന്നത്. ഏറ്റവും അടിഭാഗത്തായിട്ട്, ആ അറയുടെ അടിഭാഗത്തായിട്ട് ബോട്ടം സൈഡിലായിട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ്, പെൺപൂക്കളും സുഷിരത്തിനോടടുത്ത് ഓസ്റ്റിയോളിനടുത്ത് ഹോളിനടുത്തായിട്ട് ആൺപൂക്കളും കാണപ്പെടും. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? കടന്നൽ വാസ്പ് ഇതിനുള്ളിലേക്ക് മുട്ടയിടാൻ കടന്നു പോകുമ്പോൾ തന്നെ ആ സുഷിരത്തിന്റെ അടുത്ത് തന്നെ ആൺപൂക്കൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെ കടന്നു പോകുമ്പോൾ പൂമ്പൊടി പറ്റുകയും അടുത്തട്ടിൽ മുട്ടയിടാനായിട്ട് ചെല്ലുമ്പോൾ ആ ഫീമെയിൽ ഫ്ലവേഴ്സിൽ അത് പോളിനേഷൻ സാധ്യമാക്കുകയും ചെയ്യുന്നു. ഒരു മ്യൂച്വലിസ്റ്റിന്റെ എക്സാമ്പിൾ കൂടിയാണ് ഹൈപ്പാന്തോഡിയം എന്ന ഇൻഫ്ലോറസൻസ്. അടുത്തതായി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് സീനാന്തിയം. ഡോൾസ്റ്റീനി എന്ന ചെടിയിൽ ഇത് കാണപ്പെടുന്നു. പ്രത്യേകത എന്ന് പറയുന്നത് പിടങ്കലായ പൂങ്കുലതണ്ടിന്റെ അറ്റഭാഗം, അഗ്രഭാഗം ഒരു പരന്ന ഷേപ്പിൽ, ഒരു സോസർ ആകൃതിയിൽ കാണപ്പെടും. ഇതിന്റെ എഡ്ജുകൾ ചെറുതായിട്ടൊന്ന് ഒരു ഞൊറി പോലെ വളഞ്ഞു കാണപ്പെടും. ഈ പരന്ന ഭാഗത്ത് ചെറിയ ചെറിയ ഡിപ്രഷൻസ്, കുഴികൾ കാണപ്പെടും. ഈ കുഴിക്കുള്ളിലാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അതായത് ഏകലിംഗ പുഷ്പങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ പൂക്കൾ അടുക്കിയിരിക്കുന്നത് പൂങ്കുലതണ്ട് പരന്നിരിക്കുന്ന ആ സോസർ ഷേപ്പിലുള്ള കുഴികളിലാണ് കാണപ്പെടുന്നത്. ഇത്തരം ഇൻഫ്ലോറസൻസുകളെ സീനാന്തിയം എന്ന് പറയുന്നു. എക്സാമ്പിൾ ഡോൾസ്റ്റീനിയ. അടുത്തതാണ് സയാത്തിയം ഇൻഫ്ലോറസൻസ്. കോമൺ ആയിട്ട് ഇത് യുഫോർബിയസി ഫാമിലിപ്പെട്ട ചെടികളിലാണ് കാണപ്പെടുന്നത്. യുഫോർബിയയുടെ പലതരം വെറൈറ്റി ചെടികൾ നമ്മുടെയൊക്കെ ചുറ്റുപാടും കാണപ്പെടുന്നുണ്ട്. അതിൽ ഏതെടുത്ത് നോക്കിയാലും ഇതുപോലുള്ള ഇൻഫ്ലോറസൻസ് കാണും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂങ്കുലതണ്ടിന്റെ അഗ്രഭാഗം ഒരു മോഡിഫൈ ചെയ്ത് ചെറിയൊരു കുഷൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടും. ആ കുഷൻ പോലുള്ള ഒരു സ്പോഞ്ചി പോലുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതിന്റെ നടുക്കായിട്ട് പെൺപൂ, ഫീമെയിൽ ഫ്ലവർ കാണപ്പെടും. ചിത്രം കൂടെ ശ്രദ്ധിക്കുക. ആ കപ്പ് പോലെ ഇരിക്കുന്നതിന് നടുക്കുന്ന ഒരു സ്റ്റാക്ക് പോലും മുകളിലോട്ട് പോയിരിക്കുന്ന കണ്ടോ? പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയും അല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ അതിന്റെ ഒറിജിനൽ കൊടുത്തിരിക്കും. ട്രൈകാർപ്പലറി സിൻകാർപ്പസ് പിസ്റ്റിൽ, അതായത് 3 കാർപ്പൽ ഫ്യൂസ് ചെയ്തിരിക്കുന്ന പിസ്റ്റിലുള്ള ഒരു പെൺപൂവാണ് കാണപ്പെടുന്നത്. അത് അതിന്റെ ഒത്ത നടുക്കായിട്ട് കാണപ്പെടും. 2 ചിത്രവും നോക്കുക. റബ്ബറിന്റെ കായലൊക്കെ ഇതുപോലെയല്ലേ കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ ആ പിടങ്കിളിന്റെ അറ്റത്ത് ഒരു ഫീമെയിൽ ഫ്ലവർ ഇങ്ങനെ പൊടിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. അതിന് ചുറ്റുമായിട്ട് 5 ഗ്രൂപ്പായിട്ട് ആൺപൂക്കൾ സ്കോർപിയോഡ് സൈമോസ് ആകൃതിയിൽ കാണപ്പെടും. സ്കോർപിയോഡ് സൈമോസ് ഓർമ്മയുണ്ടോ? 6 ആകിൽ കാണപ്പെടുന്നത്. അപ്പൊ 5 ഗ്രൂപ്പായിട്ട് മെയിൽ ഫ്ലവേഴ്സ് ആയി, അല്ലെങ്കിൽ ആൺപൂക്കൾ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേമൻ എന്ന് പറയും അല്ലെ. ആ സ്റ്റേമൻ 5 ഗ്രൂപ്പ് ഉണ്ടാവും. അതിങ്ങനെ സ്കോർപിയോഡ് സൈമോസ് ആകൃതിയിൽ കാണപ്പെടും. ഈ പൂക്കളിൽ തന്നെ കാണപ്പെടുന്ന, ആ പെഡിസലിൽ തന്നെ കാണപ്പെടുന്ന ഓരോ പൂവിന്റെ പെഡിസലില് ബ്രാക്ടിയോൾ കാണപ്പെടും. ഇതിനെ പാലിയ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രാക്ടിയോളിനെ പാലിയ എന്ന് പറയും. അപ്പൊ എന്തൊക്കെ പ്രത്യേകത? നടുക്കൊരു ഫീമെയിൽ ഫ്ലവർ, ചുറ്റുമായിട്ട് 5 ഗ്രൂപ്പ് ആൺപൂക്കൾ എങ്ങനെ കാണപ്പെടുന്നു? സ്കോർപിയോഡ് സൈമോസ് മാനറിൽ കാണപ്പെടുന്നു.
ഈ 5 തരം പൂക്കളെയും ഫീമെയിൽ ഫ്ലോറിനെ പൊതിഞ്ഞുകൊണ്ട് 5 ബ്രാക്റ്റുകൾ അഥവാ സഹപത്രങ്ങൾ കൂടിച്ചേർന്ന് ഒരു കപ്പ് പോലെ കാണപ്പെടും. അതാണ് നമ്മൾ പുറമേ കാണുന്ന ആ കപ്പ് പോലെ ഇരിക്കുന്നത്. ആ കപ്പിനുള്ളിൽ നിന്നാണ് ആ ഫീമെയിൽ ഫ്ലവർ പുറത്തോട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കപ്പ് പോലെ കാണുന്നത് 5 ബ്രാക്റ്റുകൾ കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. ഈ കപ്പിനെ ഇൻവല്യൂക്കർ എന്നാണ് അറിയപ്പെടുന്നത്. 5 ബ്രാക്റ്റിന്റെ അല്ലെങ്കിൽ 5 സഹപത്രങ്ങളുടെ ആക്സലിന്റെ ഭാഗത്തു നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ 5 ആൺപൂക്കൾ അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ ഉണ്ടാകുന്നത്. ഓരോ ബ്രാക്റ്റിന്റെ ആക്സൽ ഭാഗത്തു നിന്നായിരിക്കും ആൺപൂക്കൾ ഉണ്ടാകുന്നത്. ഈ 5 ബ്രാക്റ്റുകൾ കൂടിച്ചേർന്ന് കപ്പായിട്ടിരിക്കുകയും ആ കപ്പിന്റെ പുറം ഭാഗത്തായിട്ട് ബാഹ്യഭാഗത്ത് 5 ഗ്രന്ഥികൾ നെക്ടർ ഉണ്ടാക്കുന്ന തേൻ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളും കാണപ്പെടുന്നുണ്ട്. ഇത്തരം ഇൻഫ്ലോറസൻസുകളെയാണ് സയാത്തിയം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് യുഫോർബിയസി ഫാമിലിപ്പെട്ട യുഫോർബിയ ചെടികളിൽ കാണപ്പെടുന്നു. അടുത്തതായി വെർട്ടിസിലാസർ എന്ന ഇൻഫ്ലോറസൻസ് ആണ്. ലേബേറ്റിയ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ലാമിയേസിയ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ് വെർട്ടിസിലാസർ. ഈ കുടുംബത്തിൽ വരുന്ന ചെടികൾ അറിയാലോ, തുമ്പ, തുളസിയൊക്കെ. അതിൽ തുമ്പയിൽ കാണുന്ന ഇൻഫ്ലോറസൻസ് ആണ് വെർട്ടിസിലാസർ. തുളസിയിലൊക്കെ വേറെ ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് കാണപ്പെടുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ഫില്ലോടാക്സിലുള്ള ലീഫുകളാണ് കാണപ്പെടുന്നത്. കാണാൻ കഴിയും, ഓപ്പോസിറ്റ് ആകൃതിയിൽ 2 ഇലകൾ കാണും. ഇതിന്റെ ആക്സിൽ ഭാഗത്ത് ഡൈക്കേഷ്യൽ സൈമോസ് ആകൃതിയിൽ ആദ്യ പൂക്കൾ ഉണ്ടാവും. പിന്നെ അതിന്റെ ബ്രാഞ്ചുകൾ മോണോക്കേഷ്യൽ സ്കോർപിയോയിഡ്സ് ആകൃതിയിലായിരിക്കും. അതായത് ആദ്യം ഒരു പൂ സെന്ററിൽ ഉണ്ടാവും ആക്സില്, അതിന്റെ 2 സൈഡിലേക്ക് ബ്രാഞ്ചസ് ഉണ്ടാവും, സിമ്പിൾ സൈൻ പോലെ. പിന്നെ അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാവും, അത് ഡൈക്കേഷ്യൽ സൈം. അങ്ങനെ ഉണ്ടായ ഡൈക്കേഷ്യൽ സൈമിന്റെ പിന്നെയുള്ള ഓരോ ബ്രാഞ്ചും മോണോക്കേഷ്യൽ സ്കോർപിയോയിഡ് സൈമോസ് ആകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഡൈക്കേഷ്യൽ സൈമും മോണോക്കേഷ്യൽ സൈമും കൂടെ ഒരു മിക്സ് ചെയ്ത രീതിയിൽ ഓരോ ലീവ്സിന്റെ ആക്സിൽ നിന്നും, അതായത് ഓപ്പോസിറ്റ് ആകൃതിയിലുള്ള ലീവ്സിന്റെ ആക്സിൽ നിന്നായിരിക്കും ഇത്തരം പൂക്കൾ ഉണ്ടാകുന്നത്. ഓരോ പൂക്കളും സെസൈൽ ഫ്ലവേഴ്സ് ആയിരിക്കും, അതായത് സ്റ്റാക്ക് ഇല്ലാത്ത ഫ്ലവേഴ്സ് ആയിരിക്കും. ഇത്തരം ഇൻഫ്ലോറസൻസിനെയാണ് വെർട്ടിസിലാസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ തുമ്പ, ലൂക്കസ് ആസ്പെരം. അടുത്തതാണ് സൈമോസ് ക്യാപിറ്റേറ്റ്. ആ ഒരു ചിത്രം നോക്ക്. കടമ്പ് മരം എന്ന് കേട്ടിട്ടുണ്ട്? കടമ്പ് മരം ആന്തോസെഫാലസ് എന്ന പ്ലാന്റ് ആണ് കടമ്പ്. ആന്തോസെഫലസ് കടമ്പ എന്നാണ് അതിന്റെ സ്പീഷീസ് നെയിം. കടമ്പ് പ്രത്യേകത അതിന്റെ ഇൻഫ്ലോറസൻസ് കണ്ടാൽ ഇങ്ങനെ ഒരു ബോള് പോലെ ഇരിക്കും, അല്ലെ, ഗോളം പോലെ ഇരിക്കും. അതായത് പിടങ്കില് ചുരുങ്ങി കാണപ്പെടുന്നു. അതിന്റെ അറ്റഭാഗത്ത് ടിപ്പിലായിട്ട് സൈമോസ് കുകുലകൾ ഗോളാകൃതിയിൽ ഒരു ഗോളം പോലെ ഇങ്ങനെ ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസുകളെയാണ് സൈമോസ് ക്യാപിറ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഗോളം പോലെ കാണപ്പെടുന്നത് ക്യാപിറ്റേറ്റ് ഓർ ഗ്ലോബോസ് ഹെഡ് എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മുടെ റെസിമോസ് ഇൻഫ്ലോറസൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതിന്റെ കൂടെ സൈമോസ് അതായത് അതേ ആകൃതിയിൽ സൈമോസ് ഇൻഫ്ലോറസൻസ് കാണപ്പെടുന്നതിനെയാണ് സൈമോസ് ക്യാപിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു പിടങ്കലിന്റെ അറ്റഭാഗത്ത് പൂക്കളെല്ലാം, അത് സൈമോസ് പൂക്കളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിനെയാണ് സൈമോസ് ക്യാപിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ മിക്സഡ് ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.